വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണല്ലേ സൺഡേ. പക്ഷെ ഞങ്ങൾ വക്കീലന്മാർക്ക് സാറ്റർഡേ സൺഡേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. വരുന്ന ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ട മാറ്റേഴ്സൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും എല്ലാം സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും കേട്ടോ. എൻ്റെ പ്രാക്ടീസിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഞാൻ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് ഡ്രാഫ്റ്റിങ്ങും എല്ലാം. അന്ന് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ മാരേജ് ഇപ്പോൾ കുഞ്ഞും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെയാണ് സൺഡേസിലുള്ള വർക്കൊക്കെ ഞാൻ പതിയെ നിർത്തിവെച്ചത്. പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് വർക്കുകളൊക്കെ പെൻഡിങ് തീർക്കാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ പ്രാക്ടീസ് സമയത്ത് വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പക്ഷേ വരായികകളെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് കേസൊക്കെ എടുത്ത് തുടങ്ങിയത് പിന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഒരു കേസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ എന്തോരം സ്ട്രെസ് എടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടിയായിരിക്കും എൻ്റെ സീനിയേഴ്സ് എടുക്കുന്ന സ്ട്രെസ്സ്. കാരണം ഓരോ ഫയലും ഓരോരുത്തരുടെ ജീവിതമാണല്ലോ. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോഴ്സ് എടുത്ത് ഫസ്റ്റ് മന്തൊക്കെ ടീച്ചർ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഈ ട്രാക്കിലോട്ട് വീഴാൻ കുറച്ച് ടൈം എടുക്കും, വീഴേണ്ടവർ മാത്രമേ വീഴുള്ളൂ, പക്ഷേ ആ ട്രാക്കിൽ നിങ്ങൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം സ്മൂത്തായിട്ട് പോകുമെന്ന്. ആദ്യമൊക്കെ ഈ പ്രൊഫഷൻ ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വീണ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കേട്ടോ. ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് നേരം അല്ലിയുടെ കൂടെ ഇരുന്നു. പിന്നെ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ കണ്ടിട്ട് ഒരു DIY ക്രിസ്മസ് ട്രീയും കൂടി ഉണ്ടാക്കി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.